ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈശോയുടെ നാമത്തിൽ നിനക്ക് നല്ലൊരു ദിവസം നേരുക. നിന്റെ ജീവിതത്തിലേക്ക് ഇന്ന് ഈശോ കടന്നു വരട്ടെ. വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ ഈശോ ചുറ്റും നിന്നവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 9-ാം തിരുവചനം. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. വിവാഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രക്രിയയല്ല, മനുഷ്യൻ യോജിപ്പിക്കുന്നതല്ല, അത് ദൈവം യോജിപ്പിക്കുന്നതാണ്. അതിൽ മനുഷ്യന് വേർപ്പെടുത്തുവാൻ അവകാശമില്ല. വിവാഹ ജീവിതം അത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് പറയാം. പ്രിയ സഹോദര സഹോദരി, നീ വിവാഹ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് നീ ചങ്കിൽ കൈവച്ച് ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിച്ചാലേ പ്രതിസന്ധികളിലൊക്കെ മുന്നോട്ട് പോകുവാനായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. നീ വിവാഹം കഴിച്ചിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിലും ഈ ഒരു ആശയം നിനക്ക് എടുക്കാം. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ദൈവത്തിൻ്റെ പദ്ധതികളിൽ മായം ചേർക്കാൻ നിനക്ക് ഇടവരാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ കൃപകൾക്ക് നന്ദി പറയാണ്. ഈശോയെ, നിന്റെ പദ്ധതികൾ എപ്പോഴും പൂർത്തീകരിക്കുവാനായിട്ട്, നിന്റെ പദ്ധതികൾക്ക് തടസ്സം കൊടുക്കാതെ മുന്നോട്ട് പോകുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ട് ഈ വ്യക്തി നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാ